20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ 100% ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ. ജൽജീവൻ മിഷനായി റോഡ് വെട്ടിപ്പൊളിച്ചതോടെ ചുള്ളിയോട് ഉരുകുത്തിയൻ മലയിൽ ദുരിതകയത്തിൽ കഴിയുന്നത് 50ഓളം കുടുംബങ്ങൾ. ഒരു വർഷമായിട്ടും പൊളിച്ചിട്ട റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. റോഡ് നന്നാക്കിയില്ലെങ്കിൽ വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നത്. 50ഓളം കുടുംബങ്ങളാണ് ഉരുക്കുത്തിയൻ മലയിൽ താമസിക്കുന്നത്. ഇതിൽ തന്നെ ഭൂരിഭാഗം SC/ST കുടുംബങ്ങളാണ്. നിത്യരോഗികളും പ്രായമായവർക്കും റോഡിലെ കുഴി കാരണം വാഹന സൗകര്യങ്ങൾ മുകളിലേക്ക് എത്താൻ കഴിയാത്തതിൽ ഏറെ ദുരിതം അനുഭവിക്കുന്നു. ചുള്ളിയോട് SC/ST കോളനി റോഡാണ്. ആ മേൽഭാഗത്ത് ഒരു 45ഓളം കുടുംബങ്ങൾ ഇതിൽ താമസിക്കുന്നുണ്ട്. ഇപ്പോ ഈ റോഡ് ഇങ്ങനെ ആയിട്ട് ഒരു വർഷത്തോളമായി. പൈപ്പ് ലൈനിന്റെ വർക്ക് നടന്നതാണ്. പൈപ്പ് ലൈനിന്റെ വർക്ക് പകുതിയോളം ഇട്ട് പോയി എന്നല്ലാതെ ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോ നാളെ സ്കൂൾ തുറക്കുകയാണ്. ഇതിന്റെ മേൾക്ക് താമസിക്കുന്ന ആളുകൾക്ക് അസുഖമുള്ള ആളുകളും അതുപോലെ തന്നെ പ്രായ അധികമുള്ള ആളുകളും പിന്നെ പാലേറ്റിന്റെ വണ്ടി വന്ന് പരിചരിക്കേണ്ട ആളുകൾ വരെ ഇതിന്റെ അടുത്തുണ്ട്, ഇതിന്റെ മേളിലുണ്ട്. അവരൊന്നും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ വരുന്നത്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഓട്ടോ വിളിച്ചാൽ പോലും ഓട്ടോക്കാർ പോരാത്തൊരവസ്ഥയുള്ളത്. അപ്പൊ എത്രയും പെട്ടെന്ന് ഈ റോഡ് ഒന്ന് യാത്രാ സൗകര്യം ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു വർഷത്തോളമായി ഈ റോഡ് ഈ അവസ്ഥയിൽ കിടക്കുന്നത്. നന്നാക്കിയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് വോട്ട് ബഹിഷ്കരണം നടത്തുമെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങൾക്ക് ഈ റോഡ് പൈപ്പ് ലൈന് വന്നുകാണ്ട് വെട്ടിപ്പൊളിച്ചിട്ടതാണ്. ഇതിന് തീരുമാനം എന്താ എടുക്കാൻ പറ്റുമെന്നുള്ളത് അറിയണം. അല്ലാതെ ഇത് ശരിയാവൂല. ഞങ്ങൾക്ക് എന്റെ ഭർത്താവ് 6-7 കൊല്ലമായി സുഖമില്ലാതെ കിടപ്പ് രോഗിയാണ്. ബാലടീവിന്റെ ആൾക്കാരും പരിരക്ഷന്റെ ആൾക്കാരും ഒന്നും വരുന്നില്ല ഈ റോഡ് കേടന്നിട്ട്. പിന്നെ സ്കൂൾ കുട്ടികൾക്ക് പോകാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഒന്ന് കണ്ടറിയണം. അങ്ങനെയാണ് വരുന്നത്. ബോട്ടിന് ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല. നടന്നു പോകാൻ ഈ കിടപ്പ് രോഗിയായ അതിനൊക്കെ വണ്ടി എടുത്ത് കൊണ്ടുപോകാനൊന്നും പറ്റൂല. അതുകൊണ്ട് ഞങ്ങൾക്ക് റോഡ് ഇതിന് തീരുമാനമാക്കി തരണം. അതാണ് ഞങ്ങൾക്ക് ആവശ്യം. നാളെ സ്കൂൾ തുറന്നാൽ ഏറ്റവും അധികം ബുദ്ധിമുട്ടിലാകുന്നത് സ്കൂൾ വിദ്യാർത്ഥികളാണെന്ന് പ്രദേശവാസി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.